മകളുടെ സാലറി മുഴുവൻ വരുന്നത് ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കാണ്. മകളുടേത് എന്തോ അക്കൗണ്ടിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. മകൾക്ക് എന്തെങ്കിലുമൊക്കെ പണം ചെലവഴിക്കണമെങ്കിൽ എല്ലാ കണക്കും ഭർത്താവിനെ ബോധ്യപ്പെടുത്തി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ വെറുതെ ജോലിക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഇവർ ശീലിപ്പിക്കുന്നത്. അതൊന്നും ഇത് അക്കൗണ്ട് ആക്കി കിട്ടണമെങ്കിൽ ഇവർ അക്കൗണ്ട് ആക്കി കൊടുക്കണ്ടേ? അല്ല, ഒരു OTP എങ്കിലും അടിച്ചു കൊടുക്കാതെ എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടും. ഇതിപ്പോൾ അക്കൗണ്ട് മാറ്റം വിചാരിച്ചോളി. ഒരു പുതിയ അക്കൗണ്ട് അതേ ബാങ്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ദേശസാൽകൃത ബാങ്കിലോ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി മുതൽ സാലറി അക്കൗണ്ട് ഇതാണെന്ന് പറഞ്ഞ് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട് മാറ്റി കിട്ടും. ഇതല്ലാത്തൊരു അക്കൗണ്ട് മാറ്റി കിട്ടും. അത് ചേഞ്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ആദ്യം ഇത് സമ്മതിച്ചു, പിന്നെ ഇത് തടസ്സപ്പെടുത്തുക പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ജോലി നേടുന്നത് നമുക്കൊരു സ്വയം പര്യാപ്തതയൊക്കെ ഉണ്ടാവാനായിരിക്കാം. പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ അധ്വാനം നമുക്കും അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും ഭർത്താവിനും കിട്ടും. ഭർത്താവിന് കിട്ടി നമുക്ക് വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് അവരൊരു പണിയും ചെയ്യാതെ ഇത് മാത്രം ജീവിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ തരും ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബന്ധങ്ങളെ ബാധിക്കും. ബന്ധങ്ങളെ ബാധിക്കാത്ത രൂപത്തിൽ പരിഹരിക്കേണ്ടത് തന്നെയാണ്. അത് മനസ്സിലാവണം.